കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ മഹോത്സവമായിരുന്നു മാമാങ്കം. 12 വർഷത്തിലൊരിക്കൽ ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവ മണപ്പുറത്ത് നടന്നിരുന്ന ഈ ഉത്സവത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് പെരുമാൾമാരുടെ ഭരണകാലത്താണ്. 12 വർഷത്തിലൊരിക്കൽ നാട്ടുകൂട്ടങ്ങൾ സമ്മേളിച്ച് പുതിയ പെരുമാളിനെ ഭരണാധികാരിയായി തിരഞ്ഞെടുത്തിരുന്നു. 12 വർഷങ്ങൾക്ക് ശേഷം ഇവരെ പ്രത്യേകം ഉയർത്തിക്കെട്ടിയ പീഠത്തിൽ കഴുത്ത് വെട്ടി കൊലപ്പെടുത്തിയിരുന്നു. ഈ സമ്മേളനം വലിയ വാണിജ്യ ഉത്സവമായിരുന്നു. ചാവേറുകളുടെ അർപ്പണത്തിൻ്റെയും കരളുറപ്പിൻ്റെയും കഥകൾ ഉറങ്ങുന്ന തീരമാണ് അന്നും ഇന്നും ഭാരതപ്പുഴയുടെ തീരത്തെ തിരുനാവ മണപ്പുറം. ഉത്സവത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് കണ്ണോടിക്കുമ്പോൾ നാടുവാഴിത്ത പെരുമയുടെ, പുരുഷവീര്യത്തിൻ്റെ, സഹനത്തിൻ്റെ, ഓർവിളികളുടെ, എല്ലാത്തിനുമുപരി രക്തച്ചൊരിച്ചിലിൻ്റെ അരങ്ങായിരുന്നു മാമാങ്കം. ഈ ഉത്സവത്തിൻ്റെ ചരിത്രശേഷിപ്പുകളായ നിലപാടുതറയും മണിക്കിണറുമെല്ലാം സഞ്ചാരികൾക്കും ചരിത്ര സ്നേഹികൾക്കും വിസ്മയമാകുമ്പോൾ ആ ചരിത്ര വഴികളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ശകവർഷത്തിലെ മാഘമാസത്തിൽ നടന്നിരുന്ന ഉത്സവമായിരുന്നതിനാൽ മാഘമാസത്തിലെ അംഗം എന്ന വിശേഷണമാണ് ഉത്സവത്തിന് മാമാങ്കം എന്ന് പേരിടാൻ കാരണമെന്ന് വിശ്വസിക്കപ്പെടുന്നു. 2ാം ചേര സാമ്രാജ്യത്തിന് ശേഷം മാമാങ്കം നടത്തുന്നതിനുള്ള അവകാശം പെരുമ്പടർപ്പ് സ്വരൂപം അഥവാ കൊച്ചി രാജവംശത്തിന് ലഭിച്ചു. കുറച്ചുകാലം ഈ രാജവംശത്തിൻ്റെ അധ്യക്ഷതയിൽ മാമാങ്കം അതിഗംഭീരമായി നടന്നു. മാമാങ്കത്തറയിൽ നിലപാട് നിൽക്കാനുള്ള അവകാശം കൊച്ചി രാജാവിനായിരുന്നു. പിന്നീട് ഈ സ്ഥാനം കരാറടിസ്ഥാനത്തിൽ വള്ളുവക്കോനാതിരിക്ക് ലഭിച്ചു. ആയിരങ്ങൾ അന്യദേശത്തു നിന്നും മാമാങ്കം കാണാനെത്തിയിരുന്നു. സേനാംഗങ്ങളുടെ അകമ്പടിയോടെ മാമാങ്കത്തറയിൽ നിലപാട് നിൽക്കുന്ന വള്ളുവക്കോനാതിരിയുടെ പ്രൗഢിയും മേൽക്കോയ്മയും കോഴിക്കോട് സാമുതിരിയെ ആകർഷിച്ചു. അദ്ദേഹം തന്നെ സേനയയച്ച് വള്ളുവക്കോനാതിരിയുടെ സാമ്രാജ്യം കീഴടക്കി. ഇതോടെ മാമാങ്കത്തിൻ്റെ അധ്യക്ഷസ്ഥാനം സാമുതിരിക്ക് കൈവന്നു. സാമൂതിരിയുടെ സൈന്യത്തിന് മുന്നിൽ തോറ്റോടിയെങ്കിലും സാമൂതിരിയുടെ മേൽക്കോയ്മയും അധികാരവും അംഗീകരിക്കാൻ വള്ളുവക്കോനാതിരിക്കായില്ല. അദ്ദേഹം പ്രദേശത്തുള്ള 4 നായർ സമുദായത്തിലെ യുവാക്കളെ സാമൂതിരിക്കെതിരെ പോരാടുവാൻ സജ്ജരാക്കി. ഒന്നുകിൽ സാമൂതിരിയുടെ തല കൊയ്യുക, അല്ലെങ്കിൽ പടവെട്ടി മരിക്കുക. ഇതായിരുന്നു ഈ യുവാക്കളുടെ നിയോഗം. മകരമാസത്തിലെ പോയ നാളിൽ സാമൂതിരി വലിയ സേനാസന്നാഹങ്ങളുടെ ആനപ്പുറത്ത് എഴുന്നള്ളുന്ന ചടങ്ങാണ് മാമാങ്കത്തിലെ ഏറ്റവും ആകർഷണീയമായ ഇനം. ദേഹം മുഴുവൻ പൊന്നണിയിച്ച ഒരാനയും 20,000-ഓളം സേനാംഗങ്ങളും ഈ ഘോഷയാത്രയിൽ പങ്കെടുത്തിരുന്നു. ഘോഷയാത്രയിൽ ആഭരണ വിഭൂഷിതനായി സാമൂതിരിക്കൊപ്പം ദേശപ്രമാണികളും അയൽ രാജാക്കന്മാരും പങ്കെടുത്തിരുന്നു. ഘോഷയാത്ര മാമാങ്കത്തറയിൽ അവസാനിക്കുമ്പോൾ സാമൂതിരി മണിത്തറയിൽ കയറി നിന്ന് തിരുനാവ ക്ഷേത്രത്തിലെ ദേവനെ കൈകൂപ്പി വണങ്ങും. തുടർന്ന് സേനയുടെ അകമ്പടി പ്രഖ്യാപിക്കും. സേനാംഗങ്ങൾ തയ്യാറായാൽ സാമൂതിരിയെ കൊല്ലാൻ നിയമപരമായി ചാവേറുകൾക്ക് അനുവാദം നൽകിയിരുന്നു. പല വർഷങ്ങളിലായി സാമൂതിരിമാരുടെ നേതൃത്വത്തിൽ മാമാങ്കം അരങ്ങേറിയെങ്കിലും ഒരു ചാവേറിന് പോലും സാമൂതിരിയുടെ നിലപാട് തറയ്ക്കെടുത്തെത്താൻ പോലും കഴിഞ്ഞില്ല. അതിനു മുൻപേ സേനാംഗങ്ങൾ അവരെ വെട്ടിവീഴ്ത്തിയിരുന്നു. ഒട്ടേറെ യുവാക്കൾ മാമാങ്കത്തിൽ വീരമൃത്യു വരിച്ചെങ്കിലും ചാവേറുകൾ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. 12 വർഷക്കാലം അവർ സാമൂതിരിക്കെതിരെ പോരാടുവാൻ പരിശീലനം നേടിയിരുന്നു. 1695 നടന്ന മാമാങ്കത്തിൽ ധീരരിൽ ധീരനായ ഛത്രത്തിൽ ചന്തു എന്ന ചാവേർ സാമൂതിരിയുടെ സേനാംഗങ്ങളെ ഒന്നൊന്നായി വെട്ടിവീഴ്ത്തി നിലപാട് നിൽക്കുന്ന സാമൂതിരിയെ നിലപാട് തറയിൽ കയറി ആഞ്ഞുവെട്ടി. സാമൂതിരി ഒഴിഞ്ഞു മാറിയതിനാൽ വെട്ടുകൊണ്ടത് നിലവിളിക്കാനായിരുന്നു. അടുത്ത വെട്ടിനായി ഒരുങ്ങും മുമ്പേ സാമൂതിരിയുടെ സൈന്യം ചന്തൂട്ടിയെ തലങ്ങും വിലങ്ങും വെട്ടിവീഴ്ത്തി. ധീരനായ ഈ യോദ്ധാവിന് ഇന്നും ചരിത്രത്താളുകളിൽ മായാത്ത സ്ഥാനമുണ്ട്. മരണപ്പെട്ട ചാവേറുകളെ കാളവണ്ടിയിൽ കയറ്റി അടുത്തുള്ള മണിക്കിണറിൽ തള്ളുകയായിരുന്നു പതിവ്. 2 തട്ടുകളിലായി പണിതിരുന്ന കിണറിൻ്റെ ഉൾഭാഗത്തേക്ക് ജഡങ്ങൾ തള്ളിക്കയറ്റുവാൻ ആനകളെ ഉപയോഗിച്ചിരുന്നു. ഈ മണിക്കിണർ മാമാങ്കത്തിൻ്റെ മായാത്ത സ്മരണയായി ഇന്നും നിലനിൽക്കുന്നു. മാമാങ്കത്തിൻ്റെ ആരംഭകാലം ഭരണസാരഥികളായ രാജാക്കന്മാരുടെ പ്രൗഢി ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി സംഘടിപ്പിക്കപ്പെട്ടതാണെങ്കിലും പിന്നീടത് ചോരമണക്കുന്ന ഏറ്റുമുട്ടലുകളായി മാറി. ഓരോ 12 വർഷക്കാലവും വള്ളുവക്കോനാതിരിയുടെ ചുണക്കുട്ടികളായ ധീരയുവാക്കൾ മാമാങ്കത്തിന് ചാവേറുകളാവാൻ വേണ്ടി പരിശീലനം നേടിയിരുന്നു. വാൾത്തലയ്ക്ക് മുന്നിൽ പിടഞ്ഞു വീഴേണ്ടവരാണ് തങ്ങളെന്ന് തിരിച്ചറിഞ്ഞിട്ടും അവർ ചാവേറുകളാവാൻ സ്വയം മുന്നിട്ടിറങ്ങിയിരുന്നു. നാടുവാഴിത്തത്തിൻ്റെ മഹാമഹം സാമൂതിരിയുടെ കാലം മുതൽ രക്തച്ചൊരിച്ചിലിൻ്റെ അധികാര ഗർവിൻ്റെ കാഴ്ചകളായി മാറി. തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൽ ദേവിക്ക് മുന്നിൽ വഴിപാടുകൾ അർപ്പിച്ച് തല മുണ്ടനം ചെയ്ത് നെറ്റിയിൽ കളഭം ചാർത്തി
ഓരോ ചാവേറുകളും സാമൂതിരിക്കെതിരെ ആക്രമണത്തിന് തയ്യാറായിരുന്നു. വള്ളുവനാടിൻ്റെ ധീരദേശാഭിമാനികളാണ് തങ്ങളെന്ന് അവർ സ്വയം വിശ്വസിച്ചു. അവർ അക്ഷരാർത്ഥത്തിൽ വെറും ചാവേറുകളായിരുന്നില്ല, രാജവംശത്തിൻ്റെ കരുത്തുറ്റ കാവൽക്കാരായിരുന്നു. സ്വന്തം ജീവനേക്കാൾ ദേശത്തെ സ്നേഹിച്ച ധീരദേശാഭിമാനികളുടെ ദീപ്തസ്മരണകൾ എന്നും ഓരോ കേരളീയരുടെയും മനസ്സിൽ മായാത്ത അഗ്നിനാളമായി ജ്വലിച്ചു നിൽക്കുന്നു. മാമാങ്കം കരളുറപ്പിൻ്റെ കനലുറങ്ങുന്ന ഓർമ്മകൾ ഉണർത്തുന്നു.